എല്ലാ സീബ്രകളെയും കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും. ബട്ട് ദർ ആർ നോ ടു സീബ്രാസ് ഇൻ ദ വേൾഡ് വിത്ത് ഐഡന്റിക്കൽ ഡിസൈൻസ്. ഓരോ മനുഷ്യനിലും അവന് അല്ലെങ്കിൽ അവൾക്ക് മാത്രം സ്വന്തമായ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് യുണീക്കായ സീബ്ര ലൈൻ ഉണ്ട്. ആദ്യമായിട്ട് മീഡിയയിലേക്കൊക്കെ വരുമ്പോൾ സാറിന് എവിടെയെങ്കിലും ഒരു ഇൻറ്റ്യൂഷൻ ഇങ്ങനെ തോന്നുന്നു അശ്വമേധം പോലുള്ള ഒരു പ്രോഗ്രാമിലേക്ക് വരും, അത് ഇത്രത്തോളം സക്സസ്ഫുൾ ആകും, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻറ്റ്യൂഷൻ? അങ്ങനെയല്ല, അശ്വമേധം പ്രോഗ്രാം എന്നുള്ളതല്ല, അതൊക്കെ സംഭവിക്കുന്നതാണല്ലോ. ആ സിദ്ധി കുട്ടിക്കാലം മുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതല്ല, വായനയുടെ ലോകം വളരെ വലുതായിരുന്നു ചെറുപ്പകാലം മുതൽ. അതിനേക്കാളെല്ലാം ഉപരി നമുക്ക് സീബ്രകളുണ്ടല്ലോ, 1.5 ലക്ഷം സീബ്രകൾ ഈ ലോകത്തിലുണ്ട്. എല്ലാ സീബ്രകളെയും കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും. ബട്ട് ദർ ആർ നോ ടു സീബ്രാസ് ഇൻ ദ വേൾഡ് വിത്ത് ഐഡന്റിക്കൽ ഡിസൈൻസ്. ഉടൻ തന്നെ ഒരു മഴ പെയ്യുന്നു. ആ മഴ നനയുന്ന എനിക്കതൊരു പനിക്ക് കാരണമാകുന്നു, താങ്കൾക്കതൊരു കുളിരുള്ള ഏതെങ്കിലും ഓർമ്മയ്ക്ക് കാരണമാകാം. അതേ മഴയിൽ തന്നെ മഴത്തുള്ളിയാണ് ഏതോ മലയടിവാരത്തിൽ കുഞ്ഞിന് കുടിക്കാനുള്ള കുടിനീരിന് കൈനീട്ടി നിൽക്കുന്ന ഒരു അമ്മയുടെ കൈകളിൽ വന്ന് വീഴുന്നത്. ഒരേപോലെ ഇരിക്കുന്ന സീബ്രകളുടെ വരകൾ വ്യത്യസ്തമാണ്. അതുപോലെ ഓരോ മനുഷ്യനിലും അവന് അല്ലെങ്കിൽ അവൾക്ക് മാത്രം സ്വന്തമായ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് യുണീക്കായ സീബ്ര ലൈൻ ഉണ്ട്. അത് ഒരാൾക്ക് മാത്രം ഉണ്ടാകുന്ന യുണീക്ക് പൊട്ടൻഷ്യലാണ്. ആ പൊട്ടൻഷ്യൽ തിരിച്ചറിയുക എന്നതാണ് സക്സസ് എന്നതിൻ്റെ യാത്രയുടെ ഉദ്ദേശം. സ്വയം തിരിച്ചറിയുന്ന മനുഷ്യരെ സൃഷ്ടിക്കുക എന്നതാണ്. യുണീക്ക് ഹ്യൂമൻ ബീയിങ്. എല്ലാവരും യുണീക്കാണ്. ആ യുണീക്നെസ് എന്ത് എന്ന് കണ്ടെത്താനാണ് പ്രധാനം.